നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു ആർ എസ് പിയിൽ ഉണ്ടാകുന്ന അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ. ഇപ്പൊ അതേ RSP നേതാവ് നൗഷാദ് രാജിവെച്ചിരിക്കുന്നു. നൗഷാദ് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് രാജിവെച്ചിറങ്ങിയിരിക്കുന്നത്. അതായത് NK പ്രേമചന്ദ്രന്റെ ചില താല്പര്യങ്ങൾ തങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു. അപ്പം പാർട്ടിയിൽ നിന്നാലല്ലേ ഇതൊക്കെ അനുസരിക്കേണ്ടി വരത്തുള്ളൂ. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഇന്നതാണ് കാരണം, പ്രേമചന്ദ്രൻ കാരണം തന്നെയാണ്. NK പ്രേമചന്ദ്രൻ്റെ ചില താല്പര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല, ആ അടിച്ചേൽപ്പിക്കുന്നത് ഞാൻ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞ് നൗഷാദ് ഇറങ്ങുന്നു. ആ കൂട്ടത്തിൽ നൗഷാദ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, കൂടുതൽ രാജി ഉറപ്പായും ഇതിനകത്ത് ഉണ്ടാവുന്നു. ആകെ എണ്ണിപ്പിറക്കി വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരേ ഉള്ളൂ, അതിൽ പകുതി പേരും ഇപ്പം രാജിവെച്ച് പോവുകയാണ്. എന്തായിരിക്കും RSPയുടെ അവസ്ഥ? പിളർപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം പിളർപ്പിലൊക്കെ കഴിഞ്ഞല്ലോ. പിളർപ്പ് പിളരുകയും ലയിക്കുകയും ഒക്കെ ചെയ്തൊരു പാർട്ടി തന്നെയാണ് RSP. ഇതിൽ നമ്മൾ പ്രേമചന്ദ്രന്റെ ഒരു അപ്രമാദിത്വം എപ്പോഴും ഈ പാർട്ടിക്കുള്ളിലുണ്ട്. കാര്യം ഷിബു ബേബി ജോൺ ആണ് ഇതിനെ നയിക്കുന്നതെങ്കിൽ തന്നെയും ഒരു പ്രധാന പ്രശ്നമുള്ളത്, ഇതിനകത്ത് ആകെപ്പാടെ ഒരു വോയിസ് ഉള്ളതും 10 പേര് പിന്നാലെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നതും പ്രേമചന്ദ്രന് മാത്രമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ ഒരു സീറ്റ് ലോക്സഭയിലെങ്കിലും കിട്ടിയിരിക്കുന്നത് ഇയാൾക്ക് മാത്രമേ ഉള്ളൂ, പ്രേമചന്ദ്രൻ. അതുകൊണ്ട് പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം RSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ പ്രേമചന്ദ്രന് വില. അപ്പം ഒരു താൻപോരിമയുണ്ട്, ഞാനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, നിങ്ങളെ കൊണ്ട് ഒരാൾക്ക് പോലും ഒരു MLA സ്ഥാനം പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് RSP എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു തൂണ്, RSPയുടെ തൂണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പുള്ളി തന്നെ തൻ്റെതായ ഒരു ഇടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇപ്പം ഞാൻ എൻ്റെ മോനെ നിർത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർത്തിയേ പറ്റൂ. അതാണ് ഇപ്പം പ്രേമചന്ദ്രൻ്റെ ഒരു അവസ്ഥ. അത്രയ്ക്ക് ധിക്കാരിയായി മാറിക്കൊണ്ടിരിക്കുക. പിന്നെ തന്നെയല്ല, പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും RSP നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഇതിനകത്തുണ്ട്. കാര്യം ഇപ്പം ലോക്സഭാ MP എന്നുള്ള നിലയിൽ പ്രേമചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്തും പ്രേമചന്ദ്രന് വലിയ പ്രാധാന്യം കിട്ടുന്നുണ്ട്. അപ്പം തന്നെയല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രേമചന്ദ്രൻ്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രൻ പിന്നെ പരസ്യമായി രംഗത്തിറങ്ങുകയും പ്രചരണ പരിപാടികളിലൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തൻ്റെ മകനെ കൊണ്ടുവന്ന് ഇരവിപുരത്ത് മത്സരിപ്പിക്കണം. ഏതൊരു അച്ഛനും സ്വന്തം മകന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആൾക്കാർ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ മത്സരിപ്പിക്കണമെന്ന് പറയുന്ന അദമ്യമായ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുകയും അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഇപ്പോൾ രാജിവെച്ച് പോയ നൗഷാദ് അസീസ് തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്താണ്, ഇവരാലോചിക്കുന്നത് എന്താ, ഇത്രയും കാലം കൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രാദേശിക നേതാക്കന്മാരെന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഞങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം NK പ്രേമചന്ദ്രന്റെ മകനായതുകൊണ്ട് എങ്ങനെയാണ് സീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരെല്ലാം കൂടെ എതിർത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടായി കഴിയുമ്പോൾ സമവായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥി വരും. അതായത് രണ്ട് കൂട്ടർക്കും എന്ന് വെച്ചാൽ എൻ്റെ മോനെ ഞാൻ നിർത്തുന്നില്ല എന്ന കാര്യം, എന്താ, മോനെ മാറ്റി പക്ഷെ വേറൊരുത്തിനെ ഞാൻ നിർത്താൻ പോവാ. അപ്പൊ എനിക്ക് അവനെ നിർത്താമല്ലോ, കാര്യം അവൻ്റെ പ്രാദേശിക നേതാവാണ്. വിഷ്ണു മോഹൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ എനിക്ക് അവിടെ നിർത്താം, കാര്യം അവൻ ഇവിടുത്തെ പ്രാദേശിക നേതാവാണ്. അപ്പൊ സമവായമായി. അപ്പോഴും അവിടെ നിർത്തിയിരിക്കുന്നത് പ്രേമേന്ദ്രന്റെ ആളിനെയാണ്. മനസ്സിലായി? ഇതാണ് പ്രേമചന്ദ്രന്റെ ആധിപത്യം വന്നു. പ്രേമേന്ദ്രൻ ആളിനെയാണ് അവിടെ കൊണ്ട് നിർത്തിയത്. അപ്പൊ വിഷ്ണു മോഹൻ അവിടെ മത്സരിക്കാൻ നിൽക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ഇപ്പൊ ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും മകൻ അല്ലെങ്കിൽ മകനെ പോലെയുള്ള ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നൗഷാദ് പറഞ്ഞത് രാജി ഇനി നിരവധി ഉണ്ടാവും. ശരിക്കും രാജി ഒരുപാട് ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ RSP എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാവും. ഇപ്പം ഷിബു ബേബി ജോൺ എന്താ നിന്നത്, ഷിബു ബേബി ജോൺ രാജിവെച്ച് കളയും എന്നും പറഞ്ഞാണ് ഷിബു ബേബി ജോൺ നിന്നത്. ഷിബു ബേബി ജോൺ പിന്നെ ഇപ്പം നിലവിലുള്ള RSPയിൽ നിന്ന് രാജിവെക്കുകയും പിന്നീട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും വലിയ പാടൊന്നുമില്ല, RSP B ഉണ്ടാക്കും. കാര്യം RSP Bയും RSPയും കൂടെ ലയിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഒരൊറ്റ RSP എന്നുള്ള നിലയിൽ നിൽക്കുന്നത്. വേറെ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇപ്പോൾ ഒരൊറ്റ RSP ഉള്ളൂ കൊല്ലത്ത്. പിന്നെ വേറൊരു ഗ്രൂപ്പും കൂടിയുണ്ട്, അത് LDFന്റെ കൂടെയാണ്. അപ്പൊ ഈ RSPയിൽ നിന്ന് ഇപ്പൊ നിലവിൽ NK പ്രേമചന്ദ്രന്റെ അപ്രമാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന ഒരു വിഭാഗം ആളുകൾ, പ്രവർത്തകരെല്ലാം വീണ്ടും ഒരു RSPക്ക് ഒരു രൂപകൽപ്പന കൊടുക്കുകയുള്ളൂ. അങ്ങനെ RSPക്ക് രൂപകൽപ്പന കൊടുത്തു കഴിഞ്ഞാൽ ഒരുപറ്റം നേതാക്കന്മാർ ഇവരുടെ പിന്നാലെ ഉണ്ടാവും. നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ വലിയ തോതിലൊന്നും പറയാൻ പറ്റുന്ന ആൾക്കാരൊന്നും ഇല്ല. ഒരു ബദൽ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന വിമത നീക്കം എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ഈ വിഷ്ണു മോഹൻ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചു മാറ്റാൻ കഴിയുന്ന മറ്റു നേതാക്കന്മാരെ അവിടെ വിമതന്മാരായി ഇറക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇരവിപുരം പോലെയുള്ള കൊല്ലം പോലെയുള്ള മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും അവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഒരു വിമത സ്ഥാനാർത്ഥി എന്നോ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് നിർത്താൻ സാധിക്കും.
അപ്പോൾ അങ്ങനെയും ഒരു ഭീഷണിയായി മാറും. ഇനി അതല്ല, ഈ ഇറങ്ങുന്നവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിയെ ഈ നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിച്ച് നോക്കുവാണെങ്കിൽ നേരെ കൊണ്ടുവന്ന് LDF-ന്റെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടത്തും. RSPയിൽ നിന്ന് വിട്ടുമാറി, അതായത് NK പ്രേമചന്ദ്രന്റെ അപ്രമാദിത്യത്തിൽ നിന്നൊക്കെ വിട്ടുമാറി വരുന്ന ഒരു പറ്റം RSPക്കാരെ സ്വീകരിക്കാൻ എപ്പോഴും ഇവർ തയ്യാറാവുകയും LDF-കാർ തയ്യാറാവുകയും ചെയ്യും എന്നുള്ള കാര്യം ഒരു സംശയലേശം തന്നെ പറയാൻ സാധിക്കും. ഇനി ആ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ ഷിബു ബേബി ജോൺ കൂടി ഇറങ്ങി പോവില്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടറിയേണ്ടത്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി, ഇനിയിപ്പോൾ RSP എന്ന് പറയുന്ന പാർട്ടി എന്തായിരുന്നാലും വേണ്ടിയില്ല, അതെങ്ങനെയും നശിച്ച് നാറാണക്കല്ല് പറിച്ച് പൊയ്ക്കോട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു പക്ഷേ NK പ്രേമചന്ദ്രൻ ഉണ്ടായേക്കാം. കാരണം പലപ്പോഴും NK പ്രേമചന്ദ്രൻ നടത്തുന്ന ചില പ്രസംഗങ്ങളൊക്കെ ഉണ്ട്, പ്രസംഗങ്ങളും അവിടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ, ചില പ്രവൃത്തികൾ, ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ NK പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയോട് അദമ്യമായ ഒരു ഭയഭക്തി ബഹുമാനം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. ഒരു BJP-യോടുള്ള ഒരു ടച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കറിയാം, ഈ ശബരിമല വിഷയം ഉയർന്നു വന്ന സമയത്ത് NK പ്രേമചന്ദ്രൻ നടത്തിയ ഏറ്റവും വിവാദപരമായ പ്രസ്താവന ഈ പറയുന്ന ബിന്ദു അമ്മണിയെയും മറ്റേ രഹന ഫാത്തിമയെയും ഒക്കെ ബീഫും പൊറോട്ടയും കൊടുത്തിട്ട് ഇവിടേക്ക് ശബരിമലയിലേക്ക് കയറ്റി വിട്ടാണ് പോലീസുകാർ എന്ന് പറയുന്ന ഒരു ഏറ്റവും വിവാദപരമായൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം എന്താണ് അർത്ഥം വയ്ക്കുന്നതെന്ന് നമ്മൾ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ബീഫ് എന്ന് പറയുന്നത് RSSന്റെയോ സംഘികളുടെയൊക്കെ ഒരു വികാരം ഉള്ള ഒരു സാധനമാണ്. ബീഫ് നിരോധനം ഇപ്പം നമുക്കറിയാമല്ലോ. ഇപ്പം ബീഫ് നിർബന്ധിച്ച് കഴിക്കുന്ന കേരള സ്റ്റോറിയൊക്കെ നമ്മുടെ കേരളത്തിൽ പ്രദർശനാനുമതിയൊക്കെ നേടി ദേവ് പ്രദർശിപ്പിക്കാൻ തുടങ്ങിയെങ്കിലും പലയിടത്ത് കൊച്ചിയിലൊക്കെ ആരും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം ബീഫ് എന്ന് പറയുന്നത് എപ്പോഴും ഹിന്ദുത്വ വികാരത്തെയോ, അല്ലെങ്കിൽ ഹിന്ദുത്വ വികാരം എന്ന് ഞാൻ പറയുന്നില്ല, BJP-യുടെ വികാരത്തെ എവിടെയെങ്കിലും ഒക്കെ വ്രണപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണെന്ന് NK പ്രേമചന്ദ്രൻ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആ നിലയ്ക്ക് ഒരു പ്രസ്താവന ഇറക്കിയത്. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, അപ്പൊ ബീഫ് കൊടുത്ത് കയറ്റി വിട്ടു എന്ന് പറയുന്ന ഒരു രീതി കൊണ്ടുവന്നാൽ ഇവിടുത്തെ കുറെ ഹിന്ദുക്കളായ ആൾക്കാർ, RSSകാർ തനിക്കൊപ്പം നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഈ പറയുന്ന റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു റെവല്യൂഷണറി സംഘി പാർട്ടി എന്നുള്ള നിലയിലേക്ക് അതപ്പതിച്ചോ എന്നുള്ള കാര്യവും പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന പ്രേമേന്ദ്രനിലൂടെ. അപ്പൊ പ്രേമേന്ദ്രന് പോകാൻ ഒരു തട്ടകമുണ്ട്. പ്രേമേന്ദ്രൻ ആ തട്ടകത്തിലേക്ക് പോയി കഴിഞ്ഞാലും പ്രേമേന്ദ്രനെ തിരിച്ച് ഒരു സംഘിയാക്കി എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒരു MP ആക്കി പതുക്കെ ഒരു മന്ത്രിയാക്കാനുള്ള സാധ്യതകളും ഒക്കെ പിന്നെ ഉള്ള ഒരു പാർട്ടി തന്നെയാണ് BJP അല്ലെങ്കിൽ NDA എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ നിലയ്ക്കുള്ള നീക്കവും ഈ പറയുന്ന പ്രേമേന്ദ്രൻ നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ ഞാൻ പോകാൻ നിൽക്കുന്നു അപ്പോൾ എൻ്റെ മോനെങ്കിലും ഇവിടെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് നടത്തിയൊരു നീക്കമാണോ, ഇനി അതല്ല പാർട്ടി എങ്ങനെയെങ്കിലും പിളർന്ന് ഇല്ലാതായി പോട്ടെ എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് വിജയസാധ്യത ഒട്ടുമില്ലാത്ത ആളുകളെ പിടിച്ചിട്ട് തൻ്റെ നോമിനി എന്നുള്ള നിലയിൽ നിർത്താൻ പ്രേമേന്ദ്രൻ തയ്യാറെടുക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ കണ്ടറിയേണ്ടതുണ്ട്. അപ്പം ഇനി RSP ഉറ്റുനോക്കുന്ന RSP വീണ്ടും ഒരു പിളർപ്പിലേക്ക് പോകാനുള്ള ബാല്യമുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ RSPയുടെ കാര്യത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം എണ്ണിപ്പെറുക്കിയെടുക്കാവുന്ന ആൾക്കാരേ ഉള്ളൂ. നിരവധി നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്, ശക്തമായ ഒരു പാർട്ടിയായിരുന്നു. ശരിക്കും RSP എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു വില കിട്ടിക്കൊണ്ടിരുന്ന സമയം എന്ന് പറഞ്ഞാൽ അവർ 14 വരെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. കാര്യം 1980-കൾ മുതൽ തന്നെ 2014 വരെയുള്ളൊരു കാലഘട്ടത്തിൽ RSP എന്ന് പറയുന്ന ആ ഒരു സംഘടന അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി LDF-നൊപ്പം നിൽക്കുന്ന ഒരു കാലഘട്ടം ശരിക്കും അതിൻ്റെ ഒരു പുഷ്കര കാലം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കില്ല. ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും ഏതൊരു സംഘടനയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ആ പുഷ്കര കാലഘട്ടം മുഴുവൻ LDF-ന്റെ കൂടെയായിരുന്നു. ആ സമയത്ത് അവർക്ക് MLA-മാരുണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, NK പ്രേമചന്ദ്രൻ മന്ത്രിയായിരുന്നേ, ആ മന്ത്രിയായിട്ട് അടുത്ത ടൈമിൽ പുള്ളിക്ക് അവസരം ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് അവിടെ നിന്ന് മാറുന്നത്. കൊല്ലം സീറ്റുമായി ബന്ധപ്പെട്ട് UDF-ലേക്ക് പോയി ചാടിക്കയറുന്നത്. അപ്പം പരനാറി എന്ന് പറയുന്നൊരു പ്രയോഗം അന്ന് പിണറായി വിജയൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രയോഗം എന്തുകൊണ്ടും അനർത്ഥമാക്കുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പ്രേമേന്ദ്രന്റെ ചില സ്വഭാവ സവിശേഷതകൾ കാണുമ്പോൾ RSPക്കകത്തുള്ളവർ പോലും പറയുന്നുണ്ട് അങ്ങനെ. പ്രേമേന്ദ്രൻ പിണറായി പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ്, കാലത്തിന് മുമ്പേ സഞ്ചരിച്ച പിണറായിയുടെ വാക്കുകളെന്നാണ് പിന്നെ RSPക്കാർ പോലും പറയുന്നത്. അപ്പോൾ അങ്ങനെ അതോടുകൂടി ഈ പ്രേമേന്ദ്രൻ അങ്ങനെ ഒരു മാറ്റം വന്നതോടുകൂടി ഷിബു ബേബി ജോൺ നേരത്തെ മുതൽ UDF-ന്റെ കൂടെയാണ്, ഇത് രണ്ടായി പിരിഞ്ഞതിന് ശേഷം. അപ്പം അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ആലോചിക്കുന്ന അതിനുശേഷം പിന്നെ RSP ഗതി പിടിച്ചിട്ടില്ല. കൊല്ലം ജില്ലയിൽ ചവറ എന്ന് പറയുന്ന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം RSPയുടെ ഈറ്റില്ല എന്ന് പറയാം, ബേബി ജോണിന്റെ നാടാണ് ഈ ചവറ. അപ്പൊ അവിടെ പോലും ക്ലച്ച് പിടിക്കാൻ പറ്റുന്നില്ല. അവിടെ ഇപ്പൊ സുജിത്ത് വിജയൻപിള്ളയാണ് അവിടെ ചവറയിലെ നയിച്ചുകൊണ്ടിരിക്കുന്ന MLA. അത് LDF-ന്റെ ആണ്. അപ്പൊ അവിടെ ഷിബു ബേബി ജോൺ വീണ്ടും മത്സരത്തിന് ഇറങ്ങുകയാണ്.
അപ്പോൾ വീണ്ടും മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ സുജിത് വിജയൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം ചവറക്കാർക്ക് സുപരിചിതനായ വ്യക്തിയാണ്. ഒട്ടുമിക്ക സമയത്തും അദ്ദേഹം ഇവിടെ ചവറയിൽ തന്നെ ഉണ്ടാവും, ജനങ്ങൾക്കൊപ്പമുണ്ട്, ജനങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ്. അവിടെ തിരുവനന്തപുരത്തിരിക്കുന്ന ഷിബു ബേബി ജോൺ വീണ്ടും ഇവിടെ വന്ന് മത്സരിക്കുന്നതിൽ എന്താ അർത്ഥം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പം വീണ്ടും ഇവിടെ ഒരു മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ സുജിത് വിജയൻപിള്ള തന്നെ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഷിബു ബേബി ജോൺ തോൽക്കേണ്ടി വരും. അപ്പൊ ആ സാഹചര്യത്തിൽ വീണ്ടും ഒരു MLA ഇല്ലാത്ത ഒരു പാർട്ടി എന്നുള്ള നിലയിൽ വീണ്ടും RSP പിന്നെ UDF തുടരേണ്ട ഗതികേടും ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇതിൽ നിന്ന് ഒരുപക്ഷെ NK പ്രേമചന്ദ്രന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. പക്ഷെ നിലവിൽ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന പല നേതാക്കന്മാർക്കും ഷിബു ബേബി ജോൺ അടക്കമുള്ളവർക്ക് ഈ ദുർവിധി അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് പലരും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം, RSP എന്ന് പറയുന്ന മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വേറെ ഏതെങ്കിലും ഒരു RSPയുടെ ഇപ്പൊ കുന്നത്തൂരുകാരൻ കോവൂർ കുഞ്ഞുമോൻ, എന്താ കോവൂർ കുഞ്ഞുമോൻ ഒരു പ്രശ്നവുമില്ല. കോവൂർ കുഞ്ഞുമോൻ എപ്പോഴും ആ സീറ്റുണ്ട്, RSPയുടെ സീറ്റാ. കുന്നത്തൂർ എന്ന് പറയുന്ന മണ്ഡലം കോവൂർ കുഞ്ഞുമോന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന മണ്ഡലം. അവിടെ വേറെ ആരും കയറി കളിക്കാൻ വരത്തില്ല. കാര്യം എന്താ, അത് RSPയുടെ തന്നെയാണ്. അപ്പൊ ഒരു MLA സീറ്റ് ഉണ്ട്, RSP L എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു MLA സ്ഥാനം ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അത് LDF നിൽക്കുന്നോണ്ട് കിട്ടുന്ന. അപ്പം കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നത് LDF നിന്നിരുന്നെങ്കിൽ അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടിയേനെ. ഇപ്പൊ CPI കഴിഞ്ഞാൽ അടുത്ത പ്രാധാന്യത്തോടു കൂടി LDF പരിഗണിച്ചിട്ടുണ്ടെന്ന മൂന്നാമത്തെ പാർട്ടിയാണെന്ന് RSP. ആ RSPയുടെ ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കുക. എത്ര പാർട്ടി കഴിഞ്ഞാലാണ് RSPക്ക് ഒരു പ്രാധാന്യം കിട്ടുക? ഇപ്പൊ നിലവിൽ MLA മാര് വല്ലവരും ഉണ്ടോ? ഇല്ല. ബാക്കി എല്ലാവർക്കും ഉണ്ട് MLA മാര്, എന്നിട്ട് RSPക്ക് മാത്രം ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ദുരവസ്ഥയിലേക്ക് കൊണ്ട് ഈ പാർട്ടി എത്തിച്ചത് ഒരുപക്ഷെ NK പ്രേമചന്ദ്രന്റെ താല്പര്യങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അത് പലർക്കും ഇപ്പോൾ മനസ്സിലായി തുടങ്ങുകയും അതിനെതിരായ ഒരു വലിയ വികാരം RSP എന്ന് പറയുന്ന പാർട്ടികളിൽ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരു വലിയ പിളർപ്പിലേക്ക് RSP പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പക്ഷേ പ്രേമചന്ദ്രൻ തടി തപ്പുകയും ചെയ്യും.